നമ്മളിന്ന് പറയുവാൻ പോകുന്നത് കാശിപ്പൂരിനടുത്തുള്ള പുൽമേട്ടിൽ വിഹരിച്ചു നടന്നിരുന്ന ഒരു കടുവയുടെ കഥയാണ്. അത് എഴുതിയിരിക്കുന്നത് പ്രകാശ് സിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുവാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമുക്കിനിയും നേരെ ഈ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. കാശിപ്പൂരിനടുത്ത് വലിയ പുൽമേടുകളുണ്ട്. അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതായി തീർന്നതുമായ ഒരു വലിയ വനവും ഉണ്ടായിരുന്നു. ആ വനത്തിൻ്റെ സൗന്ദര്യം വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. നമ്മൾ മുന്നേ പറഞ്ഞ ആ പുൽമേടില്ലേ, അവിടെ ഏറ്റവും കൂടുതൽ വളർന്നു നിന്നിരുന്നത് ആനപ്പുല്ലായിരുന്നു. ചില വേട്ടക്കാർ അതിനെ കടുവപ്പുല്ലെന്നും വിളിച്ചിരുന്നു. ഇതിനെ അങ്ങനെ വിളിക്കുവാനും പല കാരണങ്ങളുണ്ട്. കാരണം അതിൻ്റെ വലിപ്പം തന്നെയാണ്. അതുമാത്രമല്ല, അത് ഇടതൂർന്നാണ് നിൽക്കുന്നത്. ഒരു മൃഗം അതിൻ്റെ ഇടയിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിനെ വേട്ടയാടുക എന്നത് വളരെ പ്രയാസകരമേറിയ കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റൈഫിലോ അല്ലെങ്കിൽ ഷോട്ട് ഗണ്ണോ ആയിക്കോട്ടെ. അതിലേക്ക് പ്രവേശിക്കുന്ന മൃഗത്തെ വെടിവെച്ച് താഴെയിടാൻ നല്ല വൈദഗ്ധ്യം ആവശ്യമാണ്. അതിനോടൊപ്പം ഭാഗ്യവും വേണം. ഈ പുൽമേടിനെ ചുറ്റി കുറ്റിക്കാടുകൾ നിറഞ്ഞ വനവും അത് കഴിഞ്ഞാൽ വലിയ വനവുമായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും ഞങ്ങൾ ഒരു മൃഗത്തെ പിന്തുടരുമ്പോൾ ഒരുപക്ഷെ അവ വന്നു കയറുന്നത് ഈ വലിയ പുൽമേട്ടിലേക്കോ അല്ലെങ്കിൽ അതിനരികിലുള്ള വനത്തിലേക്കോ ആയിരിക്കും. ഞങ്ങൾ നിരവധി കാട്ടുപന്നികളെ ഇങ്ങനെ വേട്ടയാടിയിട്ടുണ്ട്. എന്നാൽ കടുവയുടെ കാര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. കടുവയെ വേട്ടയാടുവാനായി പോകുമ്പോൾ അതിനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കടുവയെ വെടിവെച്ച് പരിക്കേൽപ്പിച്ച് ഉപേക്ഷിക്കുക എന്നത് ഞങ്ങളുടെ നിഘണ്ടുവിൽ പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള പുൽമേടുകളിൽ ഒരു പരിക്കേറ്റ കടുവയ്ക്ക് വളരെ എളുപ്പത്തിൽ ഒളിച്ചിരിക്കുവാൻ സാധിക്കും. അങ്ങനെ പുൽമേടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കടുവയെ കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടുവയെ വെടിവെക്കുവാനായി പോകുമ്പോൾ ആ കടുവ കൃത്യം ഞങ്ങളുടെ മുന്നിലായിരിക്കണം. ഞങ്ങളുടെ തോക്കിൻ്റെ കുഴൽ കൃത്യമായി പറഞ്ഞാൽ അവൻ്റെ തലച്ചോറിലേക്കോ അല്ലെങ്കിൽ ഹൃദയത്തിലേക്കോ ചൂണ്ടിയിരിക്കണം. അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ തോക്കിൻ്റെ കുഴലിൽ നിന്നും പോകുന്ന വെടിയുണ്ടയ്ക്ക് ആ കടുവയുടെ ജീവൻ എടുക്കുവാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കാഞ്ചിയിൽ വിരൽ വെച്ച് അമർത്താറുള്ളൂ. ഒരു കടുവയ്ക്ക് പരിക്കേറ്റ് അത് ആ പുൽമേടുകളിലേക്ക് മറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് പറയുവാൻ കഴിയില്ല. ഒരു പക്ഷേ അതൊരു നരഭോജിയായ കടുവയായി മാറിയേക്കാം. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരെങ്കിലുമൊക്കെ ആ കടുവയുടെ കയ്യിൽ നിന്നും പരിക്കേറ്റ് മരിക്കുമ്പോൾ മാത്രമാണ് പരിക്കേറ്റ കടുവ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പിന്നീട് അതെവിടേക്കാണ് പോകുന്നതെന്നോ ആ പുൽമേട്ടിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നോ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യവും കൂടിയാണ്. നമ്മുടെ കൈകൊണ്ട് തന്നെ ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ് ജീവനെടുക്കാത്ത തിര കൊണ്ട് ഒരു കടുവ രക്ഷപ്പെട്ടു പോകുന്നത്. കാശിപ്പൂരിനും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങൾക്കും ഇടയിലായിരുന്നു ആ വലിയ പുൽമേടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ വലിയ പുൽമേടിലായിരുന്നു നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ കടുവ താമസിച്ചിരുന്നത്. അതായത് കാട്ടിലെ രാജാവ് താമസിച്ചിരുന്നത്. അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ആ കടുവയുടെ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ അളിയനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ദർബാർ സാഹിബ് എന്നാണ്. അമാലിയര സ്വദേശിയാണ്. നരഭോജിയായ കടുവകളെ അദ്ദേഹം വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അദ്ദേഹം മികച്ച ഒരു വേട്ടക്കാരനാണ്. അതുപോലെ തന്നെ രാജകീയ പ്രൗഢിയിലും ആഡംബരത്തിലും ജീവിച്ച ഒരു വ്യക്തി കൂടിയാണ്. പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ രാജകീയ ജീവിതവും പ്രൗഢിയും ഇന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പലപ്പോഴും എന്നോട് പറയാറുണ്ട്, അല്ലെങ്കിൽ വാദിക്കാറുണ്ട്. എന്തിനാണെന്നല്ലേ, വാതരോഗ ചികിത്സയ്ക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ അത് കടുവയുടെ കഴുത്തിലെ മാംസം ഉപയോഗിച്ചുണ്ടാക്കുന്ന മരുന്നിനാണ്. കടുവയുടെ കഴുത്തിലെ മാംസം ഉപയോഗിച്ച് മരുന്നുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വാതരോഗം മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കടുവയുടെ കഴുത്തിലെ മാംസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് രോഗിക്ക് ഒരാഴ്ചത്തേക്ക് ദിവസം കുറേശ്ശെ നൽകും. അത് ഒന്നുകിൽ ഓട്സിലോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിലോ ചേർത്താണ് കൊടുക്കാറ്. ഒരാഴ്ച കഴിയുമ്പോൾ രോഗി പൂർണ്ണമായും സുഖപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായി അദ്ദേഹം വാദിക്കാറ് പോലുമുണ്ട്. അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല.
കാരണം അദ്ദേഹത്തിനായിരുന്നു കടുവകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കടുവകളെ കൊന്നിട്ടുള്ളതും. ഞങ്ങൾ കാശിപ്പൂരിനടുത്തുള്ള പുൽമേട്ടിലേക്ക് ഒരു വേട്ടയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. നേരം പുലർന്ന സമയമായിരുന്നു. ഞാൻ, ദർബാർ സിംഗ്, എൻ്റെ മൂത്ത സഹോദരൻ കുൽവർ, SK സിംഗ് എന്നിവരുണ്ടായിരുന്നു. ഞങ്ങൾ ആനപ്പുറത്തായിരുന്നു അങ്ങോട്ട് പുറപ്പെട്ടത്. ഞങ്ങൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാം സിംഗ് എന്നാണ്. അദ്ദേഹം ഒരു വിശ്വസ്തനായ മറ്റൊരു വേട്ടക്കാരനാണ്. അദ്ദേഹം മറ്റൊരു ആനപ്പുറത്താണ് ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു വന്നത്. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന പിടിയാനയ്ക്ക് നല്ല അനുഭവപരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഞങ്ങളുടെ സംഘവും ആനപ്പുറത്തു കൂടി ആ വലിയ പുൽമേട്ടിലൂടെ അങ്ങനെ പതിയെ സഞ്ചരിച്ച് മുന്നിലേക്ക് പോയി. വലിയ ആനപ്പുല്ലുകൾ നിറഞ്ഞ പ്രദേശത്തു കൂടിയായിരുന്നു ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ വേട്ടക്കാരത്തിനെ കടുവപ്പുല്ലെന്നാണ് വിളിക്കുന്നതെന്ന്. അങ്ങനെ ഇഴതൂർന്ന ആ വലിയ പുൽക്കാടിനെ പിന്തള്ളിക്കൊണ്ട് ഞങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. വെള്ളപ്പൂക്കളും മറ്റും നിറഞ്ഞ മറ്റൊരു തരം പുല്ലുകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത്. ഞങ്ങളുടെ മുന്നിലാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആ വേട്ടക്കാരൻ പോകുന്നത്. ഞങ്ങൾക്കൊപ്പം ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അവിടേക്കെത്തിയ ആളാണ്. ഈ പ്രദേശത്തെപ്പറ്റി നല്ല പരിചയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആനയുടെ പുറത്തേറി അദ്ദേഹം മുന്നിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൈഫിൽ മാത്രമായിരുന്നു ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. കാരണം ആ പുല്ലുകൾക്കിടയിലും ആ വലിയ കുറ്റിക്കാടുകൾക്കിടയിലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആനയും അദ്ദേഹത്തെയും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഒരു അരുവിയുടെ അരികിൽ എത്തിച്ചേർന്നു. അങ്ങനെ ആ അരുവിയുടെ അരികിലൂടെ അതിന് സമാന്തരമായി ഞങ്ങളുടെ ആനയെ പാപ്പാൻ മുന്നിലേക്ക് നയിച്ചു. അങ്ങനെ ഏറെ ദൂരം മുന്നിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാഴ്ച കാണുവാൻ ഇടയായി. അതെങ്ങനെയാണ് കണ്ടതെന്ന് നിങ്ങൾക്കറിയണ്ടേ? എൻ്റെ അളിയൻ ദർബാർ സാഹിബ് പാപ്പാൻ്റെ തോളിൽ തൻ്റെ തോക്കുകൊണ്ട് 2 തട്ട് തട്ടി. അതിനുശേഷം ആനയെ അവിടെ നിർത്തുവാൻ പറഞ്ഞു. അതിനുശേഷം അരുവിയുടെ മറുകരയിലേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. വലിയ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം അങ്ങോട്ട് നോക്കുന്നത്. കാരണം സൂര്യൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ശക്തമായി അടിക്കുന്നുണ്ടായിരുന്നു. ഒരു കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ സൂര്യനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അരുവിയുടെ മറുകരയിലേക്ക് നോക്കി. അദ്ദേഹം എവിടേക്കാണ് നോക്കുന്നതെന്ന് ഞാനും എത്തി നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എനിക്കും കാണുവാൻ സാധിച്ചു. അദ്ദേഹം എന്താണ് കണ്ടതെന്നല്ലേ? കടുവയുടെ കാലടയാളങ്ങളായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. അതെ, ആ അരുവിയിലേക്ക് വെള്ളം കുടിക്കുവാൻ വന്ന കടുവയുടെ കാലടയാളങ്ങൾ ആ അരുവിയുടെ സമീപത്തുള്ള മണ്ണിൽ പതിഞ്ഞിരിക്കുന്നു. പക്മാറുകൾ. അതിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പതിഞ്ഞത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ആ കാലടയാളങ്ങൾ കണ്ടിരിക്കുന്നു. അതിലിപ്പോൾ എന്താണ് പുതുമയെന്ന് ഞങ്ങൾ ചിന്തിച്ച് നിൽക്കവേ അദ്ദേഹം ഒരു കാര്യം കൂടി ഞങ്ങളോട് പറഞ്ഞു. ശബ്ദമുണ്ടാക്കരുത്, നിങ്ങൾ നിശബ്ദരായിരിക്കണം. കാരണം ആ കടുവ ഇപ്പോൾ മറുകരയിലുള്ള ആ പുൽമേട്ടിൽ മറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് ഇത്ര ഉറപ്പെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതുകൂടി പറഞ്ഞു. നിങ്ങൾ ആ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചില്ലേ? അതിപ്പോൾ വീണ കാൽപ്പാടുകളാണ്. ഒരുപക്ഷെ നമ്മുടെ വര പറഞ്ഞുകൊണ്ട് ആ കടുവ അവിടെ നിന്നും മറഞ്ഞിരിക്കുകയായിരിക്കാം. അവൻ്റെ രോമത്തിൽ നിന്നും അവൻ്റെ മീശയിൽ നിന്നും ഇറ്റിറ്റ് വീണ വെള്ളത്തിൻ്റെ പാടുകൾ ആ കാൽപ്പാടുകൾക്കിടയിൽ ഒരു വര പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അതെ, ഇപ്പോഴും ആ കടുവയുടെ ഈർപ്പം അതിൻ്റെ മുഖത്ത് തന്നെയുണ്ട്. അതിനർത്ഥം ആ മണ്ണിൽ വീണ പാടും ആ കാലടയാളങ്ങളും വെച്ചുകൊണ്ട് പറയുകയാണ്, ആ പുൽമേട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും ആ കടുവ മറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരുടെയും മുഖത്ത് ഭയമാണ് വരേണ്ടത് അല്ലേ? എന്നാൽ ഞങ്ങൾക്ക് തികഞ്ഞ ഉത്സാഹമായിരുന്നു. കാരണം ഇത്രയും പെട്ടെന്ന് ഒരു കടുവയെ സ്പോട്ട് ചെയ്യുവാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതുപോലുമില്ല. ഞങ്ങൾ ആകെ സന്തോഷത്തിലായി. അതിനുശേഷം പാപ്പാനോട് ഞങ്ങൾ പറഞ്ഞു ആ ട്രാക്കിനെ പിന്തുടർന്നുകൊണ്ട് അവിടേക്ക് പോകുവാൻ, അതായത് ആ കടുവ പോയ പാതയിലേക്ക് പോകുവാൻ. അങ്ങനെ പാപ്പാൻ പതിയെ ആനയെ മുന്നോട്ട് നടത്തിച്ചു. അതായത് ആ അരുവിയുടെ മറുകരയിലുള്ള കടുവയുടെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്ന ആ സ്ഥലത്തേക്ക്. ആന വീണ്ടും പതിയെ ആ അരുവി മുറിച്ചു കടന്ന് ആ വലിയ പുൽമേടുകൾക്കുള്ളിലേക്ക് കയറി. ആ പുൽമേടിനുള്ളിലേക്ക് ആന കയറിയപ്പോൾ ആ പുല്ലിനുള്ളിലേക്ക് ആന മറഞ്ഞു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും വലിപ്പത്തിലാണ് ആ പുൽമേട് അവിടെ ഉണ്ടായിരുന്നത്. ആ പുൽമേടിലൂടെ പതിയെ ആനപ്പുറത്ത് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഏത് നിമിഷവും ഞങ്ങളുടെ ഹൃദയം പോലും നിലച്ചു പോകാവുന്ന, രക്തം മരവിക്കാവുന്ന ആ കടുവയുടെ അലർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഓരോ നിമിഷവും കാത് കൂർപ്പിച്ചിരുന്നത്. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ ഭാഗ്യത്തിന് ആ വലിയ വനം ഞങ്ങളോട് അല്പം കരുണ കാണിച്ചു. കാരണം പിന്നീട് ആനയുടെ പുറത്തേറി മുന്നിലേക്ക് പോകുമ്പോൾ വനത്തിൻ്റെ കട്ടി പതിയെ പതിയെ കുറഞ്ഞു വരുവാൻ തുടങ്ങി. കാരണം ഇപ്പോൾ നിലത്ത മണ്ണ് ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അങ്ങനെ കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് പോയപ്പോൾ രാം സിംഗ് തൻ്റെ ആനയെ അവിടെ നിർത്തി.
ഞങ്ങളും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോയി നിന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ എവിടെയോ ഒരു അരുവിയുണ്ട്. അതിൻ്റെ ശബ്ദം വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സൂക്ഷ്മമായി ഞങ്ങൾ അവിടെ ഇവിടെയുമെല്ലാം നോക്കി. ആ കടുവയുടെ കാൽപ്പാടിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ തിരയുന്നത്. ഞങ്ങൾ ആനയുടെ പുറത്തേറി ഇവിടേക്ക് വരുന്നത് ഒരുപക്ഷെ ആ കടുവയ്ക്ക് മനസ്സിലായി കാണണം. അവൻ വീണ്ടും വീണ്ടും മുന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. കുറച്ചു നേരത്തേക്ക് ഞങ്ങളോട് നിശബ്ദനായിരിക്കുവാൻ ദർബാർ സാഹിബ് ആവശ്യപ്പെട്ടു. അദ്ദേഹം കൈകൾ കൊണ്ട് ആംഗ്യവും കാണിച്ചു. എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ സിഗ്നൽ തരണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കാതോർത്ത് ഒരു ശബ്ദത്തിന് വേണ്ടി അവിടെ കാത്തിരുന്നു. വനം പൂർണ്ണമായ നിശബ്ദതയിലേക്ക് പോകുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. പെട്ടെന്ന് എവിടെ നിന്നോ എന്തോ ചവച്ചരയ്ക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഞാൻ മാത്രമല്ല അത് കേട്ടത്, എനിക്കൊപ്പമുള്ളവരും അത് കൃത്യമായി തന്നെ കേട്ടിരുന്നു. അതിനാൽ അത് ഒരു തോന്നലല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അത് ഇങ്ങനെയാണ്. കടുവ തലേന്ന് രാത്രിയിൽ ഏതോ മൃഗത്തെ വേട്ടയാടി അത് വലിച്ചിഴച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഭക്ഷിക്കുവാനും തുടങ്ങി. അതിനുശേഷം രാവിലെ അത് വെള്ളം കുടിക്കുവാൻ വേണ്ടി അരുവിയുടെ അരികിലേക്ക് പോയി. അപ്പോഴായിരിക്കാം ഞങ്ങൾ അവിടെ എത്തിയതും ആ കടുവയുടെ കാൽപ്പാടുകളും അതിൻ്റെ വെള്ളത്തുള്ളികളും അവിടെ കണ്ടത്. പിന്നെ അവിടെ നിന്നും മന്ദം ആ കടുവ നടന്ന് തൻ്റെ ഇരയുടെ അരികിലേക്ക് വന്നു. അവൻ്റെ കാൽപ്പാടുകളെയും മറ്റും പിന്തുടർന്നുകൊണ്ട് ഞങ്ങളും ഇവിടേക്കെത്തി. ഇപ്പോൾ അവൻ പിടിച്ചിട്ട, അതായത് തലേന്ന് രാത്രിയിൽ കൊന്നിട്ട ഇരയുടെ അരികിലേക്ക് എത്തി അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദമാണ് ഞങ്ങൾ മുന്നേ കേട്ടത്. ഇപ്പം കടുവയുടെ ഭാഗത്തു നിന്നും യാതൊരു ശബ്ദങ്ങളും ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം അവൻ മനസ്സിലാക്കിയിരിക്കണം. ഇനിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ശബ്ദമുണ്ടായാൽ പോലും, ഞങ്ങൾ ആനപ്പുറത്തിരിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. അങ്ങനൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടായിരിക്കണം ഞാൻ പോലും അറിയാതെ എൻ്റെ കൈകൾ റൈഫിളിലേക്കും അവിടെ നിന്നും ആ റൈഫിളെടുത്ത് എൻ്റെ തോളിലേക്ക് വെച്ചതും സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്തതും കാഞ്ചിന്മേൽ വിരൽ വെച്ചതുമെല്ലാം യാന്ത്രികമായി ചെയ്തതാണ്. ഇനിയും പ്രതീക്ഷിക്കുന്നത് ആ കടുവയുടെ വരവിന് വേണ്ടിയാണ്. ഏത് നിമിഷവും ഞങ്ങൾക്ക് നേരെ ഒരു ചാർജ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദർബാർ സാഹിബ് രാം സിംഗിന് ഒരു സിഗ്നലും നിർദ്ദേശവും നൽകിയത്. പരിശീലനം ലഭിച്ച അവൻ്റെ ആനയെക്കൊണ്ട് കടുവയെ വളയുവാനായിരുന്നു അദ്ദേഹം നൽകിയ നിർദ്ദേശം. ദർബാർ സിംഗിൻ്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ രാം സിംഗ് തൻ്റെ ആനയുടെ പാപ്പാനോടും ഇത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പാപ്പാൻ ആനയെ അങ്ങോട്ട് നടത്തിച്ചു. അതായത് ആ അരുവിയുടെ അരികിലേക്ക്. ആന തികച്ചും നിശബ്ദമായാണ് അവിടേക്ക് നടന്നത്. ഓരോ അടി വയ്ക്കുന്നതും സൂക്ഷ്മമായി ശബ്ദമുണ്ടാക്കാത്ത രീതിയിലുമാണ്. രാം സിംഗ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തോക്കുകളും റൈഫിലുകളുമായി റെഡിയായിരുന്നു. ഇനിയും ഏത് സമയവും കടുവ ഇവിടേക്ക് എത്തിയേക്കാം. അങ്ങനെ സസൂക്ഷ്മം ഞാൻ കടുവയെ വീക്ഷിക്കുന്ന സമയത്ത് കുറച്ചകലെ പുല്ലുകൾ വളയുന്നതും നിവരുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അവിടേക്ക് എൻ്റെ തോക്ക് ചൂണ്ടി സൂക്ഷിച്ചു നോക്കി. ആദ്യം അവിടെ കടുവയാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കടുവയെ ഭയപ്പെടുത്തി ഇവിടേക്ക് ഓടിക്കുവാൻ പോയ രാം സിംഗിൻ്റെ ആന ഇപ്പോഴും അങ്ങ് ദൂരെ തന്നെ നിൽക്കുകയാണ്. അതിനാൽ തന്നെ ഞാൻ കണ്ട സ്ഥലത്ത് കടുവയല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. വീണ്ടും കടുവയ്ക്കായി എൻ്റെ കണ്ണുകൾ തിരയുകയാണ്. ഓരോ മുക്കിലും മൂലയിലും ഞാനിപ്പോൾ കടുവയെ അന്വേഷിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദർബാർ സാഹിബ് എന്നെ തട്ടി വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ദർബാർ സാഹിബിനെ ഒന്ന് നോക്കി. പിന്നീട് അദ്ദേഹം തൻ്റെ തോക്ക് ചൂണ്ടിയിരിക്കുന്ന ആ ദിശയിലേക്ക് ഞാൻ നോക്കി. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഡബിൾ ബാരൽ പാരഡോക്സ് റൈഫിൾ ഇപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് ആ കടുവയുള്ള സ്ഥലത്തേക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുമാത്രമായിരുന്നില്ല, അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യം കൂടി ആഗ്രഹിക്കുന്നതായി എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം കൈകൊണ്ട് അതും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ എങ്ങും ആയിരുന്നില്ല, എൻ്റെ കൈവശം ഉണ്ടായിരുന്ന 0.470 ഹെവി റൈഫിളിലേക്കായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ റൈഫിൾ ഉപയോഗിച്ച് ആ കടുവയുള്ള ദിശയിലേക്ക്, അല്ലെങ്കിൽ ആ കടുവയ്ക്ക് നേരെ നിറയൊഴിക്കണമെന്നാണ്. കടുവ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ മഞ്ഞ ഉടലും കറുത്ത വരകളും ആ കുറ്റിക്കാടിനോട് ചേർന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കടുവയെ വ്യക്തമായി എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ഒരു നോക്ക് മാത്രമാണ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ എൻ്റെ ധമനികളെല്ലാം പൊട്ടിപ്പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ആ കടുവയെ അവിടെ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ എവിടേക്കാണ് ഞാൻ നിറയൊഴിക്കേണ്ടത്? ഞാൻ പതിയെ ദർബാർ സാഹിബിനോട് ചോദിച്ചു, കടുവ എവിടെയാണ് ഇരിക്കുന്നത്? എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി. അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിച്ചു. പിന്നീട് ഒരു വാക്കുപോലും എന്നോട് പറയുവാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നെനിക്ക് തോന്നി. ഇവനെയും കൊണ്ടാണോ ഞാനൊരു വേട്ടയ്ക്ക് വന്നതെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എഴുതി വെച്ചതുപോലെ ആയിരുന്നു.
അദ്ദേഹം എന്നോടുള്ള ദേഷ്യം തീർത്തത് അദ്ദേഹത്തിൻ്റെ കാഞ്ചി വലിച്ചുകൊണ്ടാണ്. അതായത് ആ ഡബിൾ ബാരൽ അപ്പോഴേക്കും ഗർജിച്ചു കഴിഞ്ഞിരുന്നു. അതൊന്ന് അലറുകയും ചാടുകയും ചെയ്തു. എന്നാൽ അത് നിന്നിടത്ത് തന്നെ വീണോ എന്ന് വ്യക്തമായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അഭിപ്രായം പറയുവാനും ഞാൻ ആളല്ലായിരുന്നല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് രാംസിംഗിൻ്റെ ആന പുല്ലുകൾക്കിടയിലൂടെ വേഗത്തിൽ പുറത്തേക്ക് വരുന്നത് കണ്ടത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ആ കടുവ എവിടെയാണെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ദർബാർ സാഹിബ് അവിടെയും ഇവിടെയും എല്ലാം ആ കടുവയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവനെ കാണാൻ സാധിച്ചില്ല. എന്നാൽ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം അറിയാമായിരുന്നു. ആ കടുവയെ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചില്ല എങ്കിലും ഉറപ്പായും ആ കടുവ ആ കുറ്റിക്കാടിൽ തന്നെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന്. എല്ലാവരും അവരുടെ ഓരോരോ അഭിപ്രായം പറയുവാൻ തുടങ്ങി. ദർബാർ സാഹിബ് എല്ലാവരോടും പറഞ്ഞു. അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ് ആ കടുവ ഞാൻ പറഞ്ഞ ആ കുറ്റിക്കാടിൽ തന്നെ ഉണ്ട് എന്ന്. എന്നാൽ ഞങ്ങൾക്കാർക്കും ആ കടുവയെ അങ്ങനെ കാണുവാൻ സാധിച്ചില്ല. എന്നാൽ ദർബാർ സാഹിബിന് മാത്രം തുടക്കം തൊട്ട് അവസാനം വരെയും ആ കടുവയെ കാണുവാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഒരു കാര്യം കൂടി ദർബാർ സാഹിബ് പറഞ്ഞു. നിങ്ങൾ ഭയക്കാതെ നിങ്ങളുടെ ആനയും കൊണ്ട് നിങ്ങൾ അതിൻ്റെ അരികിലേക്ക് പോകൂ. അപ്പോൾ കാണാമല്ലോ ആ കടുവ ഭയപ്പെട്ട് പുറകിലേക്ക് ഓടി വരുന്നത്. ദർബാർ സാഹിബ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളിരിക്കുന്ന ആനയുടെ പാപ്പാനും അല്പം ധൈര്യം വന്നു. അയാൾ വളരെ വേഗം ആനയുടെ പുറത്തു നിന്നും നിലത്തേക്കിറങ്ങി. അതിനുശേഷം ആനയും വിളിച്ചുകൊണ്ട് ആ കുറ്റിക്കാടിൻ്റെ സമീപത്തേക്ക് നടന്നു. അദ്ദേഹത്തിന് പിന്നാലെ തൻ്റെ ആനയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ കുറ്റിക്കാടിൻ്റെ അതിർത്തിയിലൂടെ ആനയും കൊണ്ട് അങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ പാപ്പാൻ അവിടെ നിന്നു. നിശ്ചലനായി. അദ്ദേഹം എന്തോ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. പാപ്പാൻ നോക്കുന്ന ദിശയിലേക്ക് ഞാനും നോക്കി. അതാ അവിടെ ആ കടുവ ഇരിക്കുന്നുണ്ട്. പാപ്പാൻ തൻ്റെ നടത്തം അവസാനിപ്പിച്ച് വളരെ വേഗം ആനയുടെ കാലിലേക്ക് ചവിട്ടുകയും കഴുത്തിൽ പിടിച്ചുകൊണ്ട് ആനയുടെ പുറത്തേക്ക് കയറുകയും ചെയ്തു. ആനയുടെ പുറത്തേക്ക് കയറിയ പാപ്പാൻ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. താൻ ആ കടുവയുടെ മുന്നറിയിപ്പ് ശബ്ദം കേട്ടുവെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ആ പാപ്പാൻ ആ കടുവയെ നോക്കുവാനോ അല്ലെങ്കിൽ അവനെ കണ്ടുപിടിക്കുവാനോ ഒരു ശ്രമം പോലും നടത്തിയില്ല. അദ്ദേഹം ഭയന്ന് വിറച്ചുകൊണ്ട് ആനയുടെ പുറത്തേക്ക് തന്നെ കയറുകയായിരുന്നു. പാപ്പാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ തേടുന്ന ആ കടുവ ഉറപ്പായും ആ പ്രദേശത്ത് ഉണ്ട് എന്ന്. ഞങ്ങൾ പാപ്പാനോട് പറഞ്ഞു, നീ കുറച്ചുകൂടി മുന്നിലേക്ക് പോകാനെന്ന് ആനയും കൊണ്ട്. എന്നാൽ അവൻ ഞങ്ങളോട് പറഞ്ഞു പറ്റില്ല എന്ന്. യജമാനന്മാരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൈഫിലെടുത്ത് എന്നെ നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ച് നിറയൊഴിക്കൂ. എന്തായാലും ആ കടുവ ഇനിയും നേരിട്ട് കാണുവാൻ ഞങ്ങളില്ല. ഇതോടെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി. ഞങ്ങൾ അന്വേഷിക്കുന്ന ആ കടുവ, ആ പരിക്കേറ്റ ആ കടുവ ആ പുല്ലുകൾക്കുള്ളിൽ കാത്തിരിക്കുകയാണ്. ആനയോ മനുഷ്യനോ ആ പുല്ലുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നോക്കി. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് മാരകമായി ആക്രമിക്കുവാൻ. ആ പുൽമൈതാനിയിൽ കൃത്യമായി കടുവ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനെ എങ്ങനെ ആ കുറ്റിക്കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമെന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോഴെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു നിൽക്കുകയാണ്. ആര് ആ പൂച്ചയ്ക്ക് മണി കെട്ടും? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു വലിയ നിശബ്ദത തന്നെ അവിടെ തളം കെട്ടിയിരുന്നു. അങ്ങനെ തികഞ്ഞ നിശബ്ദതയിൽ മുന്നിലേക്ക് പോകുമ്പോഴാണ് ആ നിശബ്ദതയെല്ലാം കീറി മുറിച്ചുകൊണ്ട് ദർബാർ സാഹിബിൻ്റെ ഒരു അലർച്ച അവിടെ കേട്ടത്. അദ്ദേഹം അലറി വിളിച്ചു പറയുന്നത് രാംസിംഗിനോടാണ്. നീ ആനയുടെ പുറത്തു നിന്നും താഴേക്കിറങ്ങി ആ കടുവ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ പുല്ലിന് തീയിടുവാനായിരുന്നു അദ്ദേഹം ആജ്ഞാപിച്ചത്. ആ ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തി അത്യധികം അപകടകരമായ കാര്യമാണെന്നും കടുവയുടെ ദേഷ്യം വർദ്ധിപ്പിക്കുവാൻ ഇതിടയാക്കുമെന്നും ഞാൻ പറയുവാൻ തുനിയുന്നതിന് മുന്നേ തന്നെ രാംസിംഗ് ആ ഉണങ്ങിയ പുല്ലുകൾക്ക് തീയിട്ടു. ടപ് ടപ് എന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഉണങ്ങി നിൽക്കുന്ന പുല്ലുകളിലേക്ക് ആളിപ്പടർന്നു. ആകാശത്തേക്ക് കട്ടിയേറിയ പുകയും ഉയരുവാനും തുടങ്ങി. അങ്ങനെ പതിയെ 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 ഉണങ്ങിയ പുല്ലിൽ പിടിച്ച തീ പച്ച പുല്ലിലേക്കും പടർന്നു പിടിച്ചു. അതായത് ആ കടുവ ഇരിക്കുന്ന ഭാഗത്തേക്ക് തീ പടരുവാനും തുടങ്ങി. ആ കടുവയ്ക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി ആനകൾക്കിടയിൽ ഞങ്ങൾ നല്ലപോലെ ഗ്യാപ്പിട്ടാണ് നിന്നത്. അതുപോലെ തന്നെ ഇത്രയും ഒരുക്കങ്ങൾ അവിടെ നടത്തിയതുകൊണ്ട് തന്നെ കടുവയെ വെടിവെക്കുവാൻ മതിയായ സമയവും ഞങ്ങൾക്ക് ലഭിക്കും എന്ന് കണക്ക് കൂട്ടി. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഞങ്ങൾ തീയിട്ട് കാട് നശിപ്പിച്ചുവെന്ന് നിങ്ങൾ കരുതരുത്. ആനപ്പുല്ലിൻ്റെ വേരുകളിലേക്ക് തീ ഒരിക്കലും പടരുകയില്ല. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആ തീ അണഞ്ഞു പോകും.
മുകൾ ഭാഗം മാത്രമാണ് കത്തി നശിക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അവിടെ നിന്നും വീണ്ടും പുതിയ പുല്ലുകൾ പൊട്ടിപ്പടരുകയും ചെയ്യും. അങ്ങനെ പുതുതായി മുളച്ചു വരുന്ന സസ്യങ്ങൾ സസ്യഭുക്കുകളായ ജീവികൾ ആഹരിക്കുകയും ഈ ചെയിൻ തുടർന്നു പോകുകയും ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ ആ പച്ചപ്പുല്ലിനെ തീയിട്ടു, തീ കത്തിയെന്ന്. ഇത്രയായിട്ടും ആ കടുവ പുറത്തേക്ക് വന്നില്ല. ഇത്രയുമായപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെ ഞാനും എൻ്റെ സഹോദരനും ദർബാർ സാഹിബിൻ്റെ നേരെ നോക്കി. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ആ പുല്ലിൽ ആ കടുവ ഉണ്ടായിരുന്നില്ല എന്ന്? അതിനുശേഷം ഞങ്ങൾ നോക്കിയത് ആ പാപ്പാനെയാണ്. ആദ്യം അവൻ വലത്തോട്ടും ഇടത്തോട്ടും നോക്കി. ശേഷം പറഞ്ഞു, യജമാന്മാരെ, ഞാൻ ആ ശബ്ദം കേട്ടു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ആ കടുവ ഉറപ്പായും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ എവിടോട്ടെങ്കിലും പോയതായിരിക്കും. സമയം ഇപ്പോൾ ഏകദേശം ഉച്ച കഴിയാൻ പോകുന്നു. ഞങ്ങൾക്കിനിയും ഈ ട്രോഫി വേണമെങ്കിൽ, അതായത് ആ കടുവയെ കൊല്ലണമെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ആനകളെയും കൊണ്ട് ആ പുൽമൈതാനിയിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിക്കുന്നത് അത്രയധികം അപകടമാണ്. ചിലപ്പോൾ ഞങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. എങ്കിലും ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഞാനൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും എന്നെ പിന്മാറ്റുവാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ സഹികെട്ട് എൻ്റെ സഹോദരൻ ദർബാർ സാഹിബിനോട് ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾ വെടിവെച്ചത് കൃത്യസ്ഥാനത്ത് തന്നെയാണോ? ദർബാർ സാഹിബ് തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, തനിക്ക് ഉറപ്പില്ല. ഞാൻ വെടിവെച്ചപ്പോൾ കടുവയുടെ കാല് മുന്നോട്ടെടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അത് ഓടിപ്പോയി. അതുകൊണ്ട് വെടിയുണ്ട എവിടെയാണ് തറച്ച് കയറിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും അതിൻ്റെ മുന്നിൽ എവിടെയാണെന്ന് എനിക്കറിയാം. ഇത്രയും മാത്രമാണ് ദർബാർ സാഹിബ് പറഞ്ഞത്. കുറച്ച് സമയം ഞങ്ങളവിടെ നിശബ്ദതയോടെ കാത്തിരുന്നു. അവിടെ എങ്ങും തികഞ്ഞ നിശബ്ദത തളം കെട്ടി നിൽക്കുകയാണ്. എൻ്റെ സഹോദരൻ തികഞ്ഞ അക്ഷമനായി. അവൻ രാംസിംഗിനോട് പറഞ്ഞു, നിന്റെ ആനയെ ഞങ്ങളുടെ ആനയോട് ചേർത്ത് നിൽക്കുക. ഞങ്ങൾ ആനയുമായി പുല്ലുകൾക്കിടയിലേക്ക് ആ കടുവയെ തിരയുവാൻ പോകുകയാണ്. ഇത്രയും കേട്ടതും ഇതിലേക്ക് ദർബാർ സിംഗ് ഇടപെട്ടു. നിങ്ങളിപ്പോൾ പുല്ലുകൾക്കിടയിലേക്ക് ആ കടുവയെ തിരഞ്ഞു പോകേണ്ടതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ കൈവശം ഷോട്ട് ഗൺ ഇരിപ്പമില്ലേ? ആ ഷോട്ട് ഗൺ എടുത്ത് ആ പുല്ലുകൾക്കിടയിലേക്ക് ഒരു 3-4 റൗണ്ട് വെടിയുതിർക്ക്. തീർച്ചയായും പുല്ലുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ആ കടുവ പുറത്തേക്ക് വരും. ഞങ്ങൾ ദർബാർ സിംഗ് പറഞ്ഞതുപോലെ തന്നെ കേട്ടു. ഞങ്ങളുടെ ആനകൾക്ക് പരിശീലനം ലഭിച്ചിരുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ? അതുകൊണ്ട് കുറച്ചു ദൂരേക്ക് ആനയെ മാറ്റി നിർത്തി. അതായത് ഗ്രാമവാസികൾ കൃഷിക്കായി പുല്ലുകൾ വെട്ടിവെച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ആനകളെ മാറ്റി. അതിനുശേഷം രാംസിംഗിൻ്റെ കയ്യിലേക്ക് ഒരു ഷോട്ട് ഗൺ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പരിശീലനം ലഭിച്ച ആനയും കൊണ്ട് ആ പുല്ലുകൾക്ക് സമീപത്ത് പോയി അവിടെ തുടരെ വെടിവെക്കുവാൻ. രാംസിംഗിൻ്റെ ആന അവിടെ എത്തിച്ചേർന്നു. അതിനു മുന്നേ ഒരു കാര്യം, അതായത് രാംസിംഗ് അവിടേക്ക് വെടിവെക്കുമ്പോൾ കടുവ രാംസിംഗിനെ ആക്രമിക്കുവാൻ ഇടയുണ്ട്. അതിനാൽ തന്നെ രാംസിംഗും കടുവയും തമ്മിലുള്ള ദൂരം അപ്പോഴേക്കും കണ്ടെത്തണം. അതുമാത്രമല്ല, കടുവ ഇനിയിപ്പോൾ മറ്റൊരു വഴിയിലൂടെയാണ് വരുന്നതെങ്കിൽ അവനെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുകയും വേണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നത്. ആനയ്ക്കിപ്പോൾ എത്ര പരിശീലനം ലഭിച്ചതാണെങ്കിലും ആ കടുവയെ കാണുമ്പോൾ അതവിടെ നിൽക്കുമോ അല്ലെങ്കിൽ ദൂരേക്ക് ഓടിപ്പോകുമോ എന്ന സംശയം ഞങ്ങളിൽ ഏവർക്കും ഉണ്ടായിരുന്നു. രാംസിംഗ് തൻ്റെ പിടിയാനയുടെ പാപ്പാനോട് കർശനമായി നിർദ്ദേശിച്ചു ആ പുൽമേട്ടിലേക്ക് നീങ്ങുവാൻ വേണ്ടി. എന്നാൽ പാപ്പാൻ വളരെ പ്രയാസപ്പെട്ടാണ് ആനയെ ആ പുൽമേട്ടിലേക്ക് നീക്കിയത്. ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ ദൂരെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിടിയാന ആ പുൽമേട്ടിലേക്ക് പ്രവേശിച്ചു. പുൽമേടിൻ്റെ പാതി എത്തിയപ്പോഴേക്കും അവൾ അവിടെ നിന്നു. അതിനുശേഷം അവളുടെ മുൻകാലുകൾ നിലത്തടിച്ചും തുമ്പിക്കൈ നിലത്തടിച്ചും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാനും ഭയപ്പെടുവാനും തുടങ്ങി. അതോടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ആന ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന്. രാംസിംഗ് ഇപ്പോൾ തൻ്റെ കൈവശം കരുതിയിരിക്കുന്ന ആ ഷോട്ട് ഗൺ ഉപയോഗിച്ച് പുല്ലുകളിലേക്ക് 2 തവണ വെടിയുതിർത്തു. അതിനുശേഷം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ തോക്കും മേടിച്ച് വീണ്ടും 2 വെടി കൂടി പായിച്ചു. അങ്ങനെ ആകെ മൊത്തം 4 ഷോട്ടുകളാണ് ആ പുല്ലിലേക്ക് രാംസിംഗ് പായിച്ചത്. അവസാനത്തെ ഷോട്ടിന് ശേഷം പിന്നീട് അവിടെ മുഴങ്ങിക്കേട്ടത് ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനത്തിൻ്റെ ശബ്ദമായിരുന്നു.
കാടുകൾ പോലും വിറയൽ കൊണ്ടുപോയി. അങ്ങ് ദൂരെയായിരുന്നിട്ട് പോലും ഞങ്ങളുടെ ഉള്ളിലേക്കും ഭയം കയറ്റുവാൻ ആ ശബ്ദത്തിന് കഴിഞ്ഞു. ഒരു കടുവ ആക്രമിക്കുവാൻ വരുമ്പോൾ അതെങ്ങനെയാണ് അലറുന്നതെന്ന് കേട്ടയാൾക്ക് ജീവിതകാലം മുഴുവൻ ആ അലർച്ച മറക്കുവാൻ കഴിയില്ല. അത്രയും കേട്ടതും ആന നടക്കുവാൻ തുടങ്ങി. രാംസിംഗ് വേഗത്തിൽ തിരിഞ്ഞ് ആനപ്പുറത്തിരുന്നു. ആന ഇപ്പോൾ നടന്നു പോകുന്നത് ആ ഉണങ്ങിയ പുല്ലുകളുള്ള പ്രദേശം ലക്ഷ്യമാക്കിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് കടുവ പുറത്തേക്ക് വരുമെന്നാണ്. എന്നാൽ അങ്ങനെയായിരുന്നില്ല അവിടെ ഉണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. പിടിയാനയെ പിന്തുടർന്നുകൊണ്ട് ആ കടുവ പുല്ലുകളിലൂടെ വരുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് ആ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടുവ ആനയുടെ പുറത്തേക്ക് ചാടിയപ്പോൾ മാത്രമാണ്. ആ കടുവ ആനയുടെ പിൻഭാഗത്തേക്ക് ചാടിക്കയറി. കടുവയുടെ പിൻകാലുകൾ അതിൻ്റെ കാലുകളിൽ ഉറപ്പിച്ചു. മുൻകാലുകൾ ഉപയോഗിച്ച് വാൽഭാഗത്ത് പിടിച്ച് അത് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് കയറുന്നതെന്നല്ലേ? ആനയുടെ പുറത്തിരിക്കുന്ന രാംസിംഗിനെ ഒറ്റയടിക്ക് തീർക്കുവാൻ വേണ്ടി. കടുവ ഇത്രയും ശ്രമങ്ങൾ അവിടെ നടത്തുമ്പോൾ ആനയുടെ പരിശീലനം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണ്ടേ? ആ ഉപകാരം അവിടെ ഉണ്ടായി. ആനയുടെ ചലനങ്ങളിൽ വന്ന മാറ്റം ആന മുട്ടുമടക്കുകയും നിവർത്തുകയും ചെയ്തു. ആന തികഞ്ഞ ശാന്തതയോടെ അവൻ പഠിച്ച പാഠങ്ങൾ അത്രയും ചെയ്തു. അത് പ്രയോജനപ്പെട്ടു. ആനയുടെ പുറത്തേക്ക് ചാടിക്കേറിയിരുന്ന ആ കടുവയുണ്ടല്ലോ, ബാലൻസ് തെറ്റി നേരെ ആ പുല്ലുകളിലേക്ക് വീണു. എപ്പോഴാണോ കടുവ ആനയുടെ പുറത്തു നിന്നും താഴേക്ക് വീണത്, ആന പൂർണ്ണ ശക്തിയെടുത്ത് ഓടുവാൻ തുടങ്ങി. ആന പുല്ലുകൾ വിട്ട് ഞങ്ങളുടെ ആനകൾ നിൽക്കുന്ന ആ തുറന്ന സ്ഥലമില്ലേ, ആ അരുവിയുടെ അരികിലേക്ക് അവിടം ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പാഞ്ഞു വന്നത്. ഞങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ ഞങ്ങളെയും മറികടന്നുകൊണ്ട് ആ ആന ക്യാമ്പ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ കുതിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. ആനയുടെ പുറത്തിരിക്കുന്ന ആളുകൾ ബാലൻസ് നിലനിർത്തുവാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പതിയെ പതിയെ ആന ഞങ്ങളുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞു. ഞങ്ങൾ വീണ്ടും ആ പുല്ലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ പുല്ലുകൾക്കിടയിലേക്ക് വീണ ആ കടുവ വീണ്ടും ആ പുല്ലുകളിലേക്ക് തന്നെ ഒളിച്ചു. അതിനാൽ ഞങ്ങൾക്ക് ആ കടുവയെ വീണ്ടും കാണുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പക്കൽ പരിശീലനം ലഭിച്ച ആന ഉണ്ടായിരുന്നു, അതെവിടേക്കോ ഓടിപ്പോയി. എന്നാൽ ഇപ്പോൾ ഞങ്ങളിരിക്കുന്ന ആനകൾക്ക് ഒട്ടും പരിശീലനം ലഭിച്ചതല്ല. ആ കാര്യം ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് തീ കോരിയിട്ടതുപോലെയായി. പുല്ലുകൾക്കുള്ളിലേക്ക് പോകുവാനോ ആ കടുവയെ തിരയുവാനോ ഞങ്ങൾക്ക് ധൈര്യം വന്നില്ല. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുവാൻ പോകുകയാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന തീരുമാനത്തിലെത്തുവാൻ സമയമായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ തീരുമാനമെടുത്തു, ക്യാമ്പിലേക്ക് മടങ്ങാമെന്ന്. ഇന്ന് ഈ കടുവയെ കണ്ടെത്താൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി. ഈ കടുവ ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ദർബാർ സാഹിബും രാംസിംഗും നമ്മൾ മുന്നേ പറഞ്ഞ ആ പരിശീലനം ലഭിച്ച ആനയില്ലേ, അവരുടെ പുറത്തേറി ആ കടുവ ഒളിച്ചിരുന്ന ആ പുല്ലുകൾക്ക് സമീപത്തേക്ക് പോയി. എന്നാൽ ആന ആ പുൽമൈതാനിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറായില്ല. അത് വിസമ്മതിച്ചു. കൃത്യമായ അകലം പാലിച്ച് തന്നെയാണ് അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ ആ സംഘം അല്പസമയം അവിടെ ചെലവഴിച്ച ശേഷം വീണ്ടും ക്യാമ്പിലേക്ക് മടങ്ങി. തികഞ്ഞ നിരാശയോടെയാണ് ദർബാർ സാഹിബ് ക്യാമ്പിലേക്ക് മടങ്ങിയത്. അങ്ങനെ അന്ന് രാത്രിയിൽ ഞങ്ങൾ ക്യാമ്പിൽ കൂടി. ഒരു തീയൊക്കെ ഇട്ട് ചുറ്റുമിരുന്ന് സംസാരം തുടങ്ങി. ഒരു ചർച്ച പോലെ ആയിരുന്നു ഞങ്ങൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. പിന്നീട് ഞങ്ങൾ ദർബാർ സാഹിബിനോട് പറഞ്ഞു, ജീവൻ പണയം വെച്ച് വിഡ്ഢിത്തരപരമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന്. എന്നാൽ ദർബാർ സാഹിബ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തികഞ്ഞ നിശബ്ദതയോടെ അയാളുടെ കൈവശമുണ്ടായിരുന്ന മദ്യം ഒരു കവിൾ അയാൾ കുടിച്ചു. ഒരു വേട്ടക്കാരനെ പോലെ അടുത്ത നീക്കത്തെക്കുറിച്ചായിരുന്നു അയാൾ അപ്പോഴും അവിടെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. തൊട്ടടുത്ത 2 ദിവസങ്ങളും ഞങ്ങൾ പുൽമേടുകളിലും മറ്റും പക്ഷികളെ വേട്ടയാടാൻ പോകുമ്പോഴുമെല്ലാം ആനപ്പുറത്തിരുന്നു കൊണ്ട് ആ കടുവയുടെ സൂചനകൾ വല്ലതും ലഭിക്കുമോ എന്ന് നോക്കിയിരുന്നു. എന്നാൽ ആ 2 ദിവസവും ആ കടുവയെ പറ്റിയുള്ള യാതൊരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പക്ഷികളെ വേട്ടയാടുവാൻ പോയ സമയത്ത് ഞങ്ങളുടെ ആനകൾ ഒരു കുന്നിൻ ചെരുവിലേക്ക് കയറുവാൻ വിസമ്മതിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നി, ഈ പുൽമേട്ടിൽ എവിടെയോ ആ കടുവ ഉണ്ട് എന്ന്. പിന്നീട് ഞങ്ങൾ മുന്നിലേക്ക് പോയില്ല, തിരികെ ക്യാമ്പിലേക്ക് എത്തി. പിന്നീട് ക്യാമ്പ് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ രാവിലെ ഞങ്ങൾ സാധനങ്ങളെല്ലാം ആനയുടെ പുറത്തേറ്റി മറ്റൊരു സ്ഥലം ലക്ഷ്യമാക്കി ആനയും ഞങ്ങളും നടന്നു. ഇപ്പോഴും പോകുന്നത് ആ നദിയുടെ തീരത്ത് തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ്. ആ പുൽമേട് മുറിച്ചു കടന്ന് വേണം പോകുവാൻ.
അങ്ങനെ ആനകളുമായി ആ പുൽമേട് മുറിച്ചു കടന്നുകൊണ്ട് ഞങ്ങൾ പതിയെ പുതിയ സ്ഥലം ലക്ഷ്യമാക്കി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ പുൽമേടിലൂടെ സഞ്ചരിക്കുമ്പോൾ ദർബാർ സാഹിബിൻ്റെ ചിന്തയും നോട്ടവും ഇപ്പോഴും ആ കടുവയിലേക്ക് തന്നെയാണ്. ആ കടുവയുടെ ഏതെങ്കിലും ഒരു തെളിവുകൾ കിട്ടുമോ, അല്ലെങ്കിൽ അടയാളങ്ങൾ കിട്ടുമോ എന്നാണ് ഇപ്പോഴും അദ്ദേഹം തിരയുന്നത്. അദ്ദേഹത്തിൻ്റെ നിഗമനപ്രകാരം ആ കടുവ ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ അയാൾ നോക്കി നോക്കി ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം അദ്ദേഹം എൻ്റെ സഹോദരനോട് പറഞ്ഞു, നമുക്ക് ആ ഭാഗത്തേക്ക് പോയാലോ എന്ന്. എനിക്കുറപ്പാണ് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് ആ കടുവയെ കണ്ടെത്താൻ കഴിയുമെന്ന്. എന്നാൽ സഹോദരൻ അത് വിയോജിച്ചു. അയാൾ പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോയി എന്തിനാണ് വെറുതെ ഇങ്ങനെ സമയം കളയുന്നത്? അത് തന്നെയാണ് ഞാനും അദ്ദേഹത്തോട് പറഞ്ഞത്. എങ്കിലും ഞങ്ങളുടെ വാക്കുകളെ ഒന്നും കേൾക്കാതെ ദർബാർ സാഹിബ് ആ പാപ്പാനോടും പറഞ്ഞിരുന്നു ആനയെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ. എന്നാൽ പരിക്കേറ്റ കടുവയ്ക്ക് പിന്നാലെ പോകുവാൻ താല്പര്യമില്ലാതിരുന്ന ആനപ്പാപ്പാൻ തൻ്റെ ആനയെ അങ്ങോട്ട് നയിക്കുവാൻ വിസമ്മതിച്ചു. അയാൾ കേൾക്കാത്ത ഭാവത്തിൽ പുതിയ ക്യാമ്പ് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. ദർബാർ സാഹിബ് അല്പം അസ്വസ്ഥനായി. അദ്ദേഹം ശബ്ദമുയർത്തി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകാൻ പറഞ്ഞ വഴി വനത്തിലൂടെയാണ്. അതൊരു കുറുക്കു വഴിയാണ്. നമ്മളിപ്പോൾ പുതുതായി പോകുന്ന ക്യാമ്പിലേക്ക് വേഗത്തിലെത്തുവാൻ സാധിക്കും. ദർബാർ സാഹിബ് പറഞ്ഞത് ഒരു കുറുക്കുവഴിയാണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ആ വാക്ക് അംഗീകരിച്ചു. ഞങ്ങൾ ആ ദിശയിലേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചു. ദർബാർ സാഹിബ് കഴുത്തുയർത്തിപ്പിടിച്ച് ശ്വാസം അടക്കിപ്പിടിച്ച് എന്തോ കാണുവാൻ ശ്രമിച്ചു. ഒരു പക്ഷേ അദ്ദേഹം എന്തോ മണത്തറിഞ്ഞിരിക്കാം. പാപ്പാനോട് അദ്ദേഹം പറഞ്ഞു പുല്ലുകളുള്ള ആ മണൽത്തിട്ടയിലേക്ക് ആനയെ കൊണ്ടുപോകുവാൻ. ആ പിടിയാന ആദ്യം മുന്നോട്ട് പോയെങ്കിലും കുറച്ച് മുന്നോട്ട് പോയ ശേഷം പരിഭ്രാന്തിയായി വീണ്ടും വീണ്ടും പിന്നോട്ട് പോയി. പാപ്പാനും രാംസിംഗും അതിനെ മുന്നോട്ട് നയിക്കുവാൻ ശ്രമിച്ചു. കൊളുത്തുകൾ ഉപയോഗിച്ച് വലിച്ചു. എന്നിട്ടും യാതൊരു രക്ഷയുമില്ല. ആ പിടിയാന തിരിഞ്ഞ് ഞങ്ങളുടെ ആനയുടെ പിന്നിൽ വന്ന് നിന്നു. ഞങ്ങളുടെ ആനയും ആ ആനയും ഒരുമിച്ച് അതുവഴി കൊണ്ടുപോകുവാൻ നോക്കിയിട്ടും അത് നടന്നില്ല. പാപ്പാന്മാർ വളരെയധികം കഷ്ടപ്പെട്ട് ശ്രമിച്ചു. എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം ആ നീരുറവയുടെ അരികിലൂടെ ആനകളെ പുതിയ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ പതിയെ ആനകളെ അവിടേക്ക് നടത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ആനകളെ നയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വഴിയിൽ മറ്റൊരു പുൽമേട് കണ്ടു. ആനപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്ന മറ്റൊരു പുൽമേട്. അതിന് സമീപത്ത് 2-3 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 20-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനായിരിക്കണം അതിൻ്റെ നേതാവ്. ഞങ്ങൾ ആനകളുമായി അതുവഴി കടന്നു പോയപ്പോൾ അവർ അവരുടെ പണികളും കളികളുമെല്ലാം അവസാനിപ്പിച്ച് ഒരു കൗതുകത്തോടെ ഞങ്ങളുടെ ആനകളെ നോക്കി അങ്ങനെ നിന്നു. അവിടെ നിൽക്കുന്ന ആ കുട്ടികളെ കണ്ടപ്പോൾ ദർബാർ സാഹിബിന് ഒരു പുതിയ ആശയം വന്നു. അദ്ദേഹം ആനയെ അവിടെ നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ആന അവിടെ നിർത്തി. അദ്ദേഹം തൻ്റെ ശബ്ദം മയപ്പെടുത്തി ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? അതായത് ഈ പുല്ലുകൾ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു ബീറ്റൽ സംഘത്തെ ഞങ്ങൾക്ക് വേണം. നിങ്ങൾ ഈ പുല്ലുകൾ ഇളക്കി മറിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വരുന്ന മൃഗത്തെ ഞങ്ങൾക്ക് വേട്ടയാടുവാൻ സാധിക്കും. അങ്ങനെ വേട്ടയാടിയാൽ അതിൽ നിന്നും നല്ലൊരു മാംസം നിങ്ങൾക്ക് പ്രതിഫലമായി ഞങ്ങൾ തരാം. ഈ വാഗ്ദാനമായിരുന്നു ദർബാർ സാഹിബ് അവർക്ക് നൽകിയത്. എൻ്റെ മനസ്സിൽ 100 വട്ടം പറഞ്ഞു ഈ ചെയ്യാൻ പോകുന്നത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന്. കാരണം കടുവ ഉണ്ടാകാനിടയുള്ള പുൽമേട്ടിലേക്ക് ഞങ്ങളുടെ ആനകൾ പോലും പോകുവാൻ ഭയപ്പെട്ടു. അങ്ങനെയുള്ള ആ പുൽമേട്ടിലേക്ക് ഈ കുട്ടികളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവരെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ല. ഞാൻ എതിർപ്പ് ശബ്ദം ഉയർത്തുന്നതിന് മുന്നേ തന്നെ ആ കുട്ടികളുടെ നേതാവ് ഞങ്ങളോട് വീണ്ടും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ സത്യമാണോ പറയുന്നത്? നിങ്ങൾ പറഞ്ഞ മാംസം ഞങ്ങൾക്ക് തരുമോ? ദർബാർ സാഹിബ് സമ്മതം മൂളി. ബീറ്റ് ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ആ ദിശയിലേക്ക് പോകുകയും ചെയ്തു. എനിക്കൊന്നും പറയുവാനോ പ്രവർത്തിക്കുവാനോ സമയം കിട്ടിയില്ല. അവർ എവിടെ നിന്നും എങ്ങനെ ബീറ്റ് ചെയ്യണമെന്ന് ദർബാർ സാഹിബ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഞങ്ങൾ ഞങ്ങളുടെ ആനകളുമായി അവർ നിൽക്കുന്നതിൻ്റെ എതിർവശത്ത് അല്പം ഉയർന്ന സ്ഥലത്ത് നിന്നു. കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കിയതിൽ എനിക്ക് മനസ്താപം തോന്നി. ദർബാർ സാഹിബ് എന്നെ നോക്കി പറഞ്ഞു, നമ്മൾ കടന്നു പോകുമ്പോൾ ചീഞ്ഞ മാംസത്തിൻ്റെ മണം എനിക്ക് ലഭിച്ചിരുന്നു. പരിക്കേറ്റ ആ കടുവ അവിടെ എവിടെയോ മരിച്ചു കിടക്കുന്നുണ്ട്. ഇത് കേട്ടതും എൻ്റെ സഹോദരൻ പറഞ്ഞു, എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. കുട്ടികൾ ബീറ്റ് തുടങ്ങി. അവർ കൈകൊട്ടിയും ഉച്ചത്തിൽ അലറിയും വടികൊണ്ട് പുല്ലുകളിലടിച്ചും അവർ മുന്നിലേക്ക് നീങ്ങി തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ ഉച്ചത്തിലുള്ള ഒരു ഗർജനം ഞാൻ കേട്ടു.
അതിനുശേഷം തികഞ്ഞ നിശബ്ദതയും. എൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് നിലച്ചു പോയതുപോലെ തോന്നി. ഞാൻ ദർബാർ സാഹിബിനെ ഒന്ന് നോക്കി. പക്ഷേ അദ്ദേഹം എന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ അഭിമുഖീകരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. നമ്മൾ മുന്നേ പറഞ്ഞല്ലേ, ആ 22 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ. അല്പം കഴിഞ്ഞപ്പോൾ അവൻ പുല്ലുകൾ നിറഞ്ഞ സ്ഥലത്തു കൂടി ഓടിക്കിതച്ചു വന്നു. അവൻ്റെ വസ്ത്രം മുഴുവൻ കീറുകയും വൃത്തികേടാകുകയും ചെയ്തിരുന്നു. അവൻ ഉറക്കെ വിളിച്ചു, സാഹിബ്, സാഹിബ്. അകത്ത് കടുവയുണ്ട്. മറ്റു കുട്ടികളും ഒപ്പം ഓടി വന്നു. അവർ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വാസമെടുക്കുവാൻ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ നേതാവിന് പറയുവാൻ ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കടുവ അവിടെ ഉണ്ട് എന്ന്. ദർബാർ സാഹിബ് ചോദിച്ചു, എന്താണ് സംഭവിച്ചതെന്ന്. ആൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് ആവർത്തിച്ചു, അകത്ത് ഒരു കടുവയുണ്ട്, അത് ഞങ്ങളെ കൊല്ലും. അവർ പുൽമേട്ടിലേക്ക് നോക്കി വിറച്ചുകൊണ്ട് പറഞ്ഞു. ദർബാർ സാഹിബ് ചിരിക്കുവാൻ തുടങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, കടുവ പുൽമേട്ടിൽ മരിച്ചു കിടക്കുകയാണ്. അവർ മരിച്ച കടുവയെ കണ്ടുകൊണ്ട് ഭയം കാരണം പരിഭ്രാന്തിയിൽ ഓടി വന്നതാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ 22 വയസ്സുള്ള പയ്യനുണ്ടല്ലോ, അവൻ സാധാരണഗതിയിലേക്ക് വന്നപ്പോൾ അയാൾ അവനെ ആശ്വസിപ്പിച്ചു. അകത്തു പോകുന്നതിൽ അപകടമൊന്നുമില്ലെന്നും അവിടെ മരിച്ചു കിടക്കുന്ന കടുവയാണെന്നും അയാൾ പറഞ്ഞു. നിങ്ങൾ കണ്ട കടുവയില്ലേ, അത് 2 ദിവസം മുന്നേ മരിച്ചതാണെന്നും അതിൻ്റെ മാംസത്തിൻ്റെ ചീഞ്ഞ മണം അദ്ദേഹത്തിന് കിട്ടിയതാണെന്നും അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ കുട്ടികളോട് ദർബാർ സാഹിബ് ചോദിച്ചു, നിങ്ങൾ കാണുമ്പോൾ ആ കടുവ ഒരിടത്ത് കടക്കുകയല്ലായിരുന്നു എന്ന്. അവർ അതേയെന്ന് തല ഉലുക്കി. എന്നെ നിങ്ങൾ വിശ്വസിക്കൂ, അത് മരിച്ചു കിടക്കുകയാണ്. അതിന് ജീവനുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ അത് കൊന്നേനെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനിയും ആ പുൽമേട്ടിലേക്ക് തിരികെ പോവും. ആ ചത്ത് കിടക്കുന്ന ആ കടുവയുണ്ടല്ലോ, അതിനെ എടുത്തുകൊണ്ട് വാ. എന്നാൽ ആ കുട്ടികൾ അവിടേക്ക് പോകുവാൻ വിസമ്മതിച്ചു. എന്ത് തന്നാലും അവിടേക്ക് പോകില്ല എന്ന് അവർ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. എന്നാൽ ആ നേതാവിൻ്റെ 2-3 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ ആ പുൽമേട്ടിലേക്ക് പോകുവാനും ആ കടുവ മരിച്ചു കിടക്കുകയാണോ എന്ന് നോക്കുവാനും തയ്യാറാണെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ആ പുൽമേട്ടിലേക്ക് ഓടിപ്പോകുകയും കുറച്ചു ദൂരം ചെന്നതിന് ശേഷം കടുവ അവിടെ മരിച്ചു കിടക്കുകയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അത് കേട്ടതും ബാക്കിയുള്ളവർ കൂടി അകത്തേക്ക് പോയി. അങ്ങനെ അവരെല്ലാവരും കൂടി ആ കടുവയെ അവിടെ നിന്നും എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പുറത്തു കൊണ്ടുവന്ന ആ കടുവയെ അളന്നു. 9 അടിയിലധികം നീളമുണ്ടായിരുന്നു ആ കടുവയ്ക്ക്. പുൽമേടുകളിൽ കാണപ്പെടുന്ന കടുവകളെപ്പോലെ അത് വലുതും ശക്തനുമായിരുന്നു. ദർബാർ സാഹിബിൻ്റെ പാരഡോക്സ് റൈഫിലിൻ്റെ തിര അതിൻ്റെ മുകൾ ഭാഗത്തുകൂടി തുളച്ച് അകത്തേക്ക് പോയിരുന്നു. ആ തിര തറച്ചു കയറിയത് ആ കടുവയുടെ ഹൃദയത്തിലായിരുന്നില്ല, അതിൻ്റെ കരളിലേക്കായിരുന്നു. അതുകൊണ്ടാണ് പതിയെ പതിയെ ആ കടുവ മരിച്ചത്. പകരം ഹൃദയത്തിലായിരുന്നെങ്കിൽ തക്ഷണം തന്നെ ആ കടുവ ചത്തേനെ. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.